ലത സൃജുക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ രസകാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ അവിടെ പ്രസാദ ഊട്ടിന് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു ഇത്. അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടായതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കും ഷെയർ ചെയ്യാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ, 1 ടീസ്പൂണ് അരി, പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് കൂടി നല്ല പോലെ ചൂടാക്കിയെടുക്കാം. അത് അരിയൊക്കെ ഇങ്ങനെ ഉലുവയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, അതുവരെ ഒന്ന് വറുത്തെടുക്കാം. അരി ഇവിടെ വറുത്തായിട്ടുണ്ട്. ഇത് ഓഫാക്കണം. ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ മത്തനും ഇളവൻ്റെയും ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇളവനും മത്തനും കൂടിയാണ്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഏത് പച്ചക്കറികൾ വേണമെങ്കിൽ ചേർക്കാം. മുരിങ്ങക്കായ, വെള്ളരിക്ക, അതൊക്കെ ഇതിലേക്ക് കാളം ചേർക്കാൻ. ഞാൻ ഗുരുവായൂരിൽ ഉണ്ടാക്കിയ പോലെ ഗുരുവായൂരിൽ വെറും ഇളവനും മത്തനും മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇളവനും മത്തനുമാണ് ഉപയോഗിക്കുന്നത്. ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി നാളികേരം, പിന്നെ ഒരു 4 വറ്റൽമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു 2 പൊടിയായിട്ടാണെങ്കിൽ ഒരു 2 ടീസ്പൂണ് എടുത്താൽ മതി. അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ജീരകം അരയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ രസകാളൻ എന്ന് പറയുമ്പോൾ മറ്റത് സാധാരണ മോര് കാളനായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ ജീരകം ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് മോരാണ് വേണ്ടത്. തൈരല്ല, വെള്ളം പോലത്തെ മോരും ആണ് പിന്നീട് ആവശ്യമുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഇളവനും മത്തൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എന്ന് പറഞ്ഞില്ലേ, അതിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ അരപ്പ് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ നാളികേരം ചെറിയത് ഒരു മുറി എടുത്തിട്ടുണ്ട്. പിന്നെ 4 വറ്റൽമുളക്. നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി തന്നെ ഇട്ടാൽ മതി. ഇനി ഈ വറുത്ത് വെച്ചിട്ടുള്ള അതും കൂടിയാണ് ഞാൻ ഇട്ട് അരയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വേവിക്കുക. ഇപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞില്ലേ ചേന ഇടാം. ചേനയാണെങ്കിൽ നമ്മൾ വേറെ തന്നെ വേവിച്ചിട്ട് ഇതിൽ ചേർത്താൽ മതി. കാരണം പുളിവെള്ളത്തിൽ ചേന വേവാൻ കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ ഇതിലേക്ക് കായ ഇടാം, എന്ത് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഞാൻ പക്ഷേ മത്തനും കുമ്പളങ്ങി മാത്രമാണ് ഇട്ടിട്ടുള്ളത്. എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പൊടി ഇതുണ്ട്. ഒരു പകുതി ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ഒരു 2 ടീസ്പൂണാക്കിയിട്ട് ഇട്ടാൽ മതി. അതും കൂടി ഇതിൽ കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ജീരകം ചേർത്തിട്ടില്ല. സാധാരണ നമ്മൾ കാളനിൽ എപ്പോഴും ജീരകം ചേർക്കാറുണ്ട്. ഇതിൽ ജീരകം ചേർത്തിട്ടില്ല. ഉലുവ, അരി, കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മോരാണ് ചേർക്കുന്നത്.
തൈരല്ല കേട്ടോ, നമ്മൾ സാധാരണ കാളനിലൊക്കെ തൈരും ചേർക്കാറുണ്ട്. ഇത് മോര് 1 ഗ്ലാസ്സാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഒന്ന് തിളച്ചതിന് ശേഷം അതിൽ ഉപ്പൊക്കെ പാകല്ലേ എന്നൊന്ന് നോക്കി. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. ഞാൻ ഇത് പാൻ ചൂടാവാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഉലുവ മറ്റേതിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഉലുവ ചേർത്തിട്ടില്ല. അതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. നമ്മളുടെ രസക്കാലം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഗുരുവായൂർ പോയപ്പം അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.